ഇവിടെ നമുക്കിത് ബ്ലോട്ടിംഗ് പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടും. ഞാനിവിടെ ബ്ലോട്ടിംഗ് പേപ്പർ അന്വേഷിച്ചിട്ട് കടയിൽ കിട്ടാനില്ല. അതുകൊണ്ട് സാധാരണ A4 ഷീറ്റിലാണ്, നോട്ട് ബുക്കിൻ്റെ പേജിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുറികൂട്ടിപ്പച്ച, കളർച്ചെടി, കോളിയസ്, മാവിൻ്റെ ഇല, അങ്ങനെ കുറച്ച് ഇലകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ക്രോട്ടൻസിൻ്റെ 2 തരം ക്രോട്ടൻസ് ആണ്. ഒന്ന് മഞ്ഞയും പിന്നെ ഒന്ന് മറ്റൊരു നീണ്ട ടൈപ്പും. ഇതിൽ നമുക്ക് ആ മഞ്ഞ ഇലയിൽ ഹരിതകം വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്കതിൻ്റെ ആ ഒരു പച്ച പിഗ്മെൻറ്റുകൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നില്ല. മുറികൂട്ടിപ്പച്ചയിലൊക്കെ ഒരു മങ്ങിയ നിറം കാണുന്നുണ്ട്. ഇത് പച്ച പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഹരിതകം എന്ന പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ ഒരു പച്ച നിറത്തിൽ കാണുന്നത്. ഇത് മാവിലയാണ്. മാവിലയിൽ ഒട്ടും തന്നെ മറ്റ് നിറങ്ങളില്ല. അതുകൊണ്ട് അതൊരു നല്ല പച്ച നിറത്തിൽ നമുക്കതിൻ്റെ ആ ചാറ് പിഴിഞ്ഞതിൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ പ്രവർത്തനത്തിൽ നമ്മൾ സസ്യം, പുൽച്ചാടി, തവള, ഇതിലെ തവളകൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ്. തവളകൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ പുൽച്ചാടികളുടെ എണ്ണം വർദ്ധിക്കും. കാരണം പിടിച്ചു തിന്നാൻ ആരും ഇല്ലാത്തത് കൊണ്ട്, സസ്യം ഭൂമിയിൽ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് പുൽച്ചാടികളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ നോക്കാം, സസ്യം, കൊതുക്, തവള, പാമ്പ്. ഇതിൽ തവള ഇല്ലാതെയായാൽ തവളയുടെ ഭക്ഷണമായ കൊതുകുകൾ പെരുകും. അതോടൊപ്പം തന്നെ പാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണമായ തവളകൾ ഇല്ലാതെയാകുമ്പോൾ പാമ്പുകളുടെ എണ്ണം കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ തീറ്റയില്ലാതാകുമ്പോൾ അവിടുത്തെ പാമ്പുകൾ മറ്റു സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അവയുടെ വംശവർധന കുറയുകയോ ചെയ്യും. ഇനി മറ്റൊന്ന് സസ്യം, പാറ്റ, പല്ലി. അതിൽ തവള വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ പ്രവർത്തനത്തിൽ നമ്മൾ ഒരു കുളമോ അല്ലെങ്കിൽ ഒരു ആവാസ കേന്ദ്രത്തിലോ ഉള്ള ഭക്ഷ്യശൃംഖല എഴുതാനാണ് പറയുന്നത്. ഭക്ഷ്യശൃംഖല എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആൽഗെ, സ്മാൾ ഫിഷ്, ബിഗ് ഫിഷ്, പ്രിഡേറ്റർ, അല്ലെങ്കിൽ ആൽഗെ, സ്മാൾ ഫിഷ്, പ്രിഡേറ്റർ. സസ്യങ്ങൾ, അവയെ തിന്നുന്ന ചെറുജീവികൾ, അവയെ തിന്നുന്ന ഇരപിടിയന്മാർ. എപ്പോഴും ഇതിൻ്റെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് സസ്യങ്ങളാണ്. സസ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ എല്ലാ ആഹാര ശൃംഖലയും തുടങ്ങേണ്ടത്. അതുപോലെ ഇത് അവസാനിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രിഡേറ്ററിൽ ആയിരിക്കും.